സ്കൂളെല്ലാം മോശമായി കിടക്കണം, ഒന്നും ശരിയാക്കി തന്നില്ല. മഴ പെയ്താലും വെള്ളം ഞങ്ങളെ മേത്തോട്ട് വീണം, ബുക്കിലോട്ട് അങ്ങനെ. പാവങ്ങളെ ഉപദ്രവിക്കരുത്. എത്രയോ പാവങ്ങൾ അലഞ്ഞിരിഞ്ഞ് നടക്കണമെന്നറിയാവോ കേരളത്തിൽ തന്നെ. എന്ന് പറഞ്ഞാൽ പാട്ട് നമ്മുടെ നാട്ടുകാർ ജനങ്ങളെയൊക്കെ മുഴുവനും പറ്റിക്കൊണ്ടിരിക്കും. പുള്ളി വന്നിട്ട് ഒരു 10 വർഷം കൊണ്ട് എന്തോരം മേഖലകളിലാണോ. ഞാനൊക്കെ മരുന്ന് മേടിക്കണം, എന്റെ വീട്ടിലെ മദറിന് മരുന്ന് മേടിക്കണം, ഒരു മാസം 3000 രൂപ മരുന്ന് മേടിക്കുമായിരുന്നു. ഈ ജനൌഷധിയിൽ നിന്ന് മേടിക്കണം 300 രൂപയാണ് അത്. കേരളത്തിൽ BJP വന്നാൽ ഈ നാട് കംപ്ലീറ്റ് നന്നാവുന്നാണ് ചേട്ടൻ പറയണത്. പക്ഷേ ബാക്കി മാർക്സിസ്റ്റുകാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരുടെ അഭിപ്രായമാണ് ഇത്. ചൂടുള്ള ഇലക്ഷൻ ഡിക്ലറേഷൻ ഏതാണ്ട് ദിവസങ്ങൾക്കുള്ളിൽ കടന്നു വരികയാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് ജനങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ജനങ്ങളോട് തന്നെ ചോദിക്കാം. പത്ത് വർഷമായിട്ട് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള അടുത്ത 5 വർഷം കൂടി പിണറായി വിജയൻ സർക്കാർ ഭരിക്കണമെന്നാണ് മോൻ്റെ താല്പര്യം? ഒട്ടുമില്ല. അതെന്തുപറ്റി? ഞങ്ങളുടെ സ്കൂളെല്ലാം മോശമായി കിടക്കണം, ഒന്നും ശരിയാക്കി തന്നില്ല. പുതിയത് വെച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ശരിയാക്കണില്ല. പിന്നെ ഒരു മഴ പെയ്താലും വെള്ളം ഞങ്ങളെ മേത്തോട്ട് വീണം, ബുക്കിലോട്ട് അങ്ങനെ. അപ്പൊ അവര് പറഞ്ഞ വാഗ്ദാനം നിങ്ങളെ AC ക്ലാസ്സും ഇതൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്നാ പറഞ്ഞത്? ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ. പിന്നെ ഞങ്ങൾക്ക് നല്ല ഗ്രൗണ്ട് ഇല്ല കളിക്കാൻ. ഗ്രൗണ്ട് ഇല്ല. പഞ്ചായത്താര് എല്ലാ വേസ്റ്റ് അവിടെ കൊണ്ട് നിന്നിട്ട് ഞങ്ങൾ കളിക്കണമെന്നുള്ള പിള്ളേരാണ് കുപ്പിച്ചില്ല എല്ലാം ഞങ്ങൾ പിറക്കി മാറ്റിയത്. അപ്പൊ നിങ്ങൾ ഗ്രൗണ്ടിന് വേണ്ടി കഷ്ടപ്പെടുന്നതാണ് നിങ്ങൾ പറഞ്ഞു തന്നത്. ഇവർ പെട്ടെന്നൊരു ഗ്രൗണ്ട് ശരിയാക്കി തന്നെ ഞങ്ങൾക്ക് ഉപകാരം. പിന്നെ എല്ലാ സ്ഥലത്തൊക്കെ ഇവര് ബിൽഡിങ് അത് ഇതൊക്കെ പണിതുകൊണ്ടിരിക്കണമെന്ന് ഞങ്ങൾക്ക് കളിക്കാൻ പറ്റാനുള്ള, അതായത് ഒരു പുതിയ തലമുറക്ക് വേണ്ടിയുള്ള കളിക്കാനുള്ള ഒരു ഗ്രൗണ്ട് പോലും അവർ സെറ്റായി തന്നിട്ടില്ലെന്നാണ് നീ പറഞ്ഞു തന്നത്. ഒന്നുമില്ല. പിന്നെ റോഡ് അത് ഞങ്ങളുടെ അവിടുത്തെ കണ്ടേർ റോഡെന്ന് പറഞ്ഞ റോഡ് ഒന്നും ശരിയാക്കിയിട്ടില്ല. അത് പൊളിഞ്ഞായിരിക്കണത്. വണ്ടി പോയാൽ തന്നെ കൊഴിഞ്ഞു പോകും. വണ്ടികൾക്കും പ്രശ്നമാണ്, റോഡും മൊത്തം ശോകമാണെന്ന് നീ പറഞ്ഞത്. ആ ടോട്ടലി പറഞ്ഞാൽ ഗവൺമെന്റ് നല്ല രീതിക്ക് ശോകമാണെന്നാ പറഞ്ഞു തന്നതല്ലേ? എന്തായാലും മാറണം എന്നാണ് നിന്റെ താല്പര്യം അല്ലേ? ഭരണമെന്ന് പറഞ്ഞാൽ പാട്ട് നമ്മുടെ നാട്ടുകാർ ജനങ്ങളെയൊക്കെ മുഴുവനും പറ്റിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ലോഡിങ് ആരി അൺലോഡിങ് ആരി അവരൊക്കെ പാർട്ടി എന്ന് പറഞ്ഞാൽ മെയിൻ പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരാണ്. പിണറായി അല്ല, മാർക്സിസ്റ്റുകാരി, അതാണ് പാർട്ടി. ഇതെന്ന് കഴിഞ്ഞാൽ പാർട്ടിയല്ല, ഇത് കാശുണ്ടാക്കാൻ വേണ്ടി പാർട്ടിക്ക് കൂടിയതാണ് ഇയാൾ. അച്ചുമാമനാണ് ഇയാളെ കയറ്റിയത്. ഇപ്പൊ അയാള് ചവിട്ടി പുറത്താക്കി. ശരിയല്ലേ? അപ്പൊ പിണറായി ആരായി, അച്ചുമാമൻ ആരായി? ഇയാൾ ലോകകള്ളനാണ്. അതാണ് ചേട്ടൻ്റെ അഭിപ്രായം. ഇപ്പൊ ഭരിക്കാൻ പോണേ ഇപ്പൊ എല്ലാ സ്ഥലത്തും BJP-ക്കാരാണ് ഭരിക്കുന്നത്. BJP ആണ് കേറിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമേ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ BJP വന്നാൽ ഈ നാട് കംപ്ലീറ്റ് നന്നാവുന്നാണ് ചേട്ടൻ പറയണത്. പക്ഷേ ബാക്കി മാർക്സിസ്റ്റുകാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരുടെ അഭിപ്രായമാണ് ഇത്. അതെ, പിണറായി സർക്കാർ കൊള്ളൂല. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ പിണറായി സർക്കാർ ഇലക്ഷൻ വരുമ്പോ കാശ് നേരത്തെ കൊടുക്കും. എന്തിനാണ്? അടുത്ത ഇലക്ഷൻ ജയിക്കാൻ. അങ്ങനത്തെ ആളാണ് പിണറായി. അതെ, അത് കഴിഞ്ഞാ പിന്നെ നോക്കൂല, തിരിഞ്ഞു നോക്കൂല. കഴിഞ്ഞു. പിന്നെ പോടാവില്ലെന്ന് പറയും. അതെ, അതാണ് സർക്കാർ. ഒറ്റണക്കിന് ഇഷ്ടമല്ല, ലോഡിങ്ങാരി ചവിട്ടുപണിക്കാരി ആർക്കും ഇഷ്ടമല്ല. അതെ, 10 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് കേരളം ഭരിക്കണത്. അപ്പൊ ഇനിയും പിണറായി വിജയൻ സർക്കാർ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ചേച്ചിയുടെ താല്പര്യം? അതെ, അത് അവര് നന്മ ചെയ്യണം. പാവങ്ങളെ ഉപദ്രവിക്കരുത്. എത്രയോ പാവങ്ങൾ അലഞ്ഞിരിഞ്ഞ് നടക്കണമെന്നറിയാവോ കേരളത്തിൽ തന്നെ. പുറത്തുനിന്ന് വന്ന ഹിന്ദിക്കാരിക്കും തമിഴ്ക്കാരിക്കും അവരിയ്ക്കാനുള്ള എല്ലാ സംവിധാനവും കൊടുക്കും. ഈ കേരളത്തിൽ പെറ്റുവെച്ച് നമുക്കൊരു സംവിധാനം ചോദിച്ചിറങ്ങിയ തരൂല്ല. നമ്മളിവിടെ പോകുമ്പോഴേ കക്കാൻ പോകാൻ അറിഞ്ഞുകൂടാ, പിന്നെ വേറെ പിടിച്ചു പറിച്ചിരിക്കാൻ അറിഞ്ഞുകൂടാ. പിന്നെ ഇവിടെ വന്നിരിക്കുമ്പോൾ ആരെങ്കിലൊക്കെ അറിയുന്ന പിള്ളേരൊക്കെ വന്നാൽ എനിക്ക് എന്തെങ്കിലും തരും. അതുകൊണ്ട് ഞങ്ങളുടെ ചിലവൊക്കെ കഴിയണത് അതെ പട്ടിണിപ്പാടൊക്കെ ഇങ്ങനെ ആരെങ്കിലൊക്കെ മകനെ പോലെ പ്രായമുള്ള മക്കളൊക്കെ ഇവിടെ വന്ന അമ്മത്തേക്ക് കച്ചവടം ഇല്ലെന്ന് കേൾക്കുമ്പോൾ അവരെന്തായാലും തന്നിട്ടൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾ ചിലവ് കഴിച്ച് വെള്ളം കുടിക്കണം. അതാണ് ഞങ്ങളുടെ ജീവിതം. 2 പേര് വാടക കൊടുക്കണം 3000. അത് കൊടുത്തില്ലെങ്കിൽ അവരിറങ്ങിപ്പോന്നു. ഞങ്ങൾ ഇവിടെ പോയി കിടക്കുന്ന സാധനമായിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് വളരെയധികം കഷ്ടപ്പാടും ദുഃഖങ്ങളും. ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അവർ ഭരിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഈ പുള്ളി വന്നിട്ട് ഒരു 10 വർഷം കൊണ്ട് എന്തോരം മേഖലകളിലാണോ. ഞാനൊക്കെ മരുന്ന് മേടിക്കണം, എന്റെ വീട്ടിലെ മദറിന് മരുന്ന് മേടിക്കണം, ഒരു മാസം 3000 രൂപ മരുന്ന് മേടിക്കുമായിരുന്നു. ഈ ജനൌഷധിയിൽ നിന്ന് മേടിക്കണം 300 രൂപയാണ് അത്. നേരെ എന്തോരം മെച്ചം. അതുപോലെ പല കാര്യങ്ങളുണ്ട്.
അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. എല്ലാ മേഖല ഇപ്പൊ ടാക്സിന്റെ ഒക്കെ ഇൻഷുറൻസ്, പ്രൈവറ്റ് ഇൻഷുറൻസ് ഇല്ലേ, അതിന്റെയൊക്കെ ടാക്സ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്തിരുന്നത് പേഴ്സണലായിട്ട് നമ്മുടെ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ആണ്. അതിന് 18% ടാക്സ് ഉണ്ടായിരുന്നു. ആ ടാക്സ് അവർ ഒഴിവാക്കി. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രീമിയം കൊണ്ട് കുറഞ്ഞു. അപ്പൊ നമുക്ക് അത് ഗുണം. അതുപോലെ തന്നെ ഈ മറ്റേ ഈ പ്രധാനമന്ത്രിയുടെ ഒരു ഈ ഇൻഷുറൻസ് സ്കീം ഉണ്ട്. അതായത് 5 ലക്ഷം രൂപ വരെയും ഫ്രീ ആയിട്ടൊക്കെ. അതൊക്കെ എന്ത് സൂപ്പർ പരിപാടിയാണെന്നറിയാം. എൻ്റെ ഒരു റിലേറ്റീവ്സ് കോഴിക്കോടുള്ള ഒരു കക്ഷിക്ക് ബൈപ്പാസ് സർജറി തന്നെ ചെയ്തത് ആ പ്രധാനമന്ത്രിയുടെ അതുള്ള പുള്ളി ചത്തുപോയനെ. 5 പൈസ പുള്ളിക്ക് സാമ്പത്തികമായിട്ട് നിലനിൽപ്പില്ലായിരുന്നു. അപ്പൊ എന്തോരം നല്ല കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട്. പക്ഷെ പുള്ളി എന്ത് അവിടെ നിന്ന് ചെയ്യുന്നതും അത് ഇവിടെ നമ്മുടെ ഈ സ്റ്റേറ്റിലേക്ക് അത് നല്ല രീതിയിൽ അത് കൺവിൻസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പല പ്രൊജക്റ്റുകളും അറിയില്ല എന്താണ് അവിടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് വ്യക്തത ഇവിടെ വരുത്തുന്നില്ല. വരുത്തിയാൽ എന്താ അറിയാം, ഇവരുടെ പിടിവള്ളി വിട്ടുപോകും. അതുകൊണ്ട് അതിനെ ബാഡ് മാർക്കായിട്ട് റിമാർക്ക് ആയിട്ട് ചിത്രീകരിക്കുകയാണ് ഇവിടെ LDF ചെയ്യുന്നത്. ഈ മുദ്രാ ലോണൊക്കെ തന്നെ ഇല്ല, അതൊക്കെ തന്നെ എത്രയും നല്ല രീതിയിൽ ഉപയോഗിക്കാം. അതൊക്കെ അത് മിസ്യൂസ് ചെയ്യണം പല പാർട്ടിക്കാരും. അതിനെ കെട്ട പേര് വരുത്തി കഴിഞ്ഞ് ആരും ഉടുപ്പിക്കരുത് അങ്ങനെ. അതുപോലെ തന്നെ ഈ കർഷകർക്ക് എല്ലാ ഇതിലും 6000 രൂപ വെച്ചിട്ട് ഈ ഒരു വർഷത്തിൽ 3 ഗഡുവായിട്ടൊക്കെ കൊടുക്കണില്ലേ, അത് പറഞ്ഞ് ആൾക്കാരെ ബ്ലോക്ക് ചെയ്യിച്ചു. അത് നിങ്ങൾക്ക് തന്നാൽ നിങ്ങളുടെ അടുത്ത് തിരിച്ച് ഇരട്ടിയായിട്ട് പലിശയോട് പിടിക്കും, നിങ്ങൾ അതിനകത്ത് പോയി ചേരരുതെന്ന്. അങ്ങനെ മുതൽ ആൾക്കാർ ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ അവരെ മൈനസായിട്ട് ചിത്രീകരിക്കുക. അങ്ങനെ എല്ലാത്തിലും അവർ കൊണ്ടുവരുന്ന എന്ത് നല്ല കാര്യങ്ങൾ കൊണ്ടുവന്നാലും അതിന് എതിരായിട്ട് പറഞ്ഞ് പ്രചരിപ്പിച്ച് അതിൻ്റെ ആ വാല്യൂ ഇല്ലേ അത് കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ കഴിവില്ലായ്മ, അവർക്കൊന്നും ചെയ്യാനും പറ്റൂല. എന്നാൽ മറ്റുള്ളവരെ ചെയ്യാൻ സമ്മതിക്കാൻ. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും വികസനം ഉണ്ടാവില്ല. വികസനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ സർക്കാർ എന്തായാലും നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ഇപ്പൊ ഇവിടെ അധികാരത്തിൽ പെട്ടെന്ന് വരുമെന്ന് ഞാൻ പറയണില്ല. പക്ഷെ വോട്ടിംഗ് പെർസെന്റേജ് ജനങ്ങൾക്ക് ബോധമുണ്ടായി വളർന്നു വന്ന് ഇവിടെ മാറ്റം അനിവാര്യമാണ്. ഒറ്റയടിക്ക് ഇപ്പൊ BJP ഇവിടെ മുഖ്യമന്ത്രിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണില്ല. പക്ഷെ ജനങ്ങളുടെ മാറ്റം തന്നെ ഉണ്ട്. അത് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിവിടെ വന്നാലേ എന്തെങ്കിലും നടക്കുള്ളൂ എന്നുള്ള ചിന്താഗതി. അതാണ് എൻ്റെ അഭിപ്രായം ഉള്ളത്. അപ്പോൾ മാറ്റം അനിവാര്യമാണ്. ഈ പിണറായി വിജയൻ വേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് വ്യക്തമായ ഒരു അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി വന്നാലേ ഇഞ്ഞുണ്ടല്ല സാധാരണ ആൾക്കാർ ജയിക്കൂല ഉറപ്പ്. അത് ഉദാഹരണമാണ് കണ്ണൂര് പയ്യന്നൂരുള്ള ആ കുഞ്ഞിരാമന് ഒരു പുള്ളി വെളിപ്പെടുത്തി. സ്വന്തം രക്തസാക്ഷികളുടെ ഫണ്ടിൽ നിന്ന് പോലും കാശടിച്ചു മാറ്റി എന്നൊക്കെ പറഞ്ഞ എന്താ. എനിക്ക് പത്രത്തിലും ന്യൂസ് പേപ്പറിലൊക്കെ ഇരുന്നിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രക്തസാക്ഷിയാണ് അവരെ. അതായത് ഇവിടെ അഭിമന്യു ഉദാഹരണം നമ്മുടെ ഈ മഹാരാജ് കോളേജിലിട്ട് PDDP-ക്കാര് മറ്റേ അവര് വെട്ടിക്കൊന്ന് എന്നൊക്കെ പറയാം. അവന്റെ അതെന്നും പറഞ്ഞിട്ട് ഒരു സിനിമ ഉണ്ടാക്കി അവന്റെ അടുത്ത് നിന്ന് എന്തോ 50 കോടി രൂപയായിട്ട് പിരിച്ചെടുത്തു. അവന് വീട്ടിൽ കൊടുത്തത് 30 ലക്ഷം രൂപയാണ്. അവനൊരു വീടും പണിത് കൊടുത്ത് 30 ലക്ഷം രൂപയും കൊടുത്തു. ബാക്കി ഫണ്ട് ആരടിച്ചു മാറ്റി? ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിനോട് എങ്ങനെ നമുക്ക് യോജിക്കാൻ പറ്റും? ബുദ്ധിയുള്ളവർക്ക് ആർക്കെങ്ങനെ യോജിക്കാൻ പറ്റും? ഇല്ല. അത് കഞ്ഞി കുടിക്കണ ആരും പത്രം വായിക്കുന്നവരും ന്യൂസ് അറിയുന്നവരും ലോകത്തെ പറ്റി വ്യക്തമായ ഒരു ധാരണ. പിന്നെ ഇന്ന് പണ്ടത്തെ ഈ പാവങ്ങളായിട്ടുള്ള കുറെ കർഷകരുണ്ട്. അവരിപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കാണുമ്പോൾ അതിൻ്റെ അകത്ത് കൊത്തുന്ന ആൾക്കാരാണ്. കാരണം അവർക്ക് വിവരമില്ലായ്മ, അവർക്ക് അറിവില്ല. ഇതായിട്ടുള്ള ആൾക്കാർ. അതാണ് ഇന്ന് നടക്കുന്ന ഒരു സിറ്റുവേഷൻ. അത് മാറ്റം അനിവാര്യമാണ് കൂട്ടാ. മാറ്റം നമുക്ക് അനിവാര്യമാണ്. ഇന്നിപ്പോൾ നമ്മൾ BJP-യുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇന്ന് നിലവിൽ. ഓക്കെ, എന്തായാലും താങ്ക് യു ചേട്ടാ, നല്ലൊരു അഭിപ്രായത്തിന് നന്ദി.